ഇപ്പൊ മുടിയോ? ബോറടിക്കത്തില്ല? ബോറ്. ഏട്ടന്റെ പേരെന്താ? ഞാനാ ചേട്ടൻ. കവിൻ. ഓ, ഞാൻ ആർച്ച. சொன்னாரு. ஓ, இது இன்னத்தோட കഴിയോ? என்ன திரும்பி போகிறதுக்கு அவசரமா? കേരള போணுமா? പോണം, വീട്ടില് പോണം. നീ ഫുഡ് കഴിച്ചോ? കൊഞ്ചം മുന്നാടിതാ. നിന്നോടല്ല, നീ കഴിച്ചോ? ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോയി ചോദിക്കാൻ മടി. എന്നാ വാ, ഞങ്ങളിപ്പോ വരാം. ഓക്കെ? കഴിഞ്ഞോ റെക്കോർഡിംഗ്? അപ്പൊ ഇന്ന് തന്നെ തിരിച്ചു പോകാവോ? അത് അവര് വന്ന് കേൾക്കണം, എന്നിട്ട് ഓക്കെ ആണോ പറയണം. പറഞ്ഞാ പോകാവോ? ഇല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാൻ കണക്കാക്കിയാ വന്നേ. അത് ചെയ്തിട്ട് അങ്ങ് പോവാണല്ലോ. എനിക്കിവിടെ ബോറടിക്കുന്നുണ്ട്. എന്നൊരു കാർ ബുക്ക് ചെയ്താ പൊക്കോ. എനിക്ക് പേടിയാ. എന്നാ ഒരു 3-4 ദിവസം കൂടെ ക്ഷമിക്കും. പിന്നെ അവനെന്തേലും ചോദിച്ചോ? പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. എന്താ? ഒന്നുമില്ല, അവനത്ര മോശമൊന്നല്ല, എന്നാലും ഓവർ മിണ്ടണ്ട. കിച്ചു തിരിച്ചു വന്നോ? ഞാൻ നോക്കാം. ഗുഡ് മോർണിംഗ്. നിങ്ങളായിരുന്നോ? സോറി, വീട് മാറിപ്പോയി. പൊട്ടാ, വീട് ഇത് തന്നെയാ. പിന്നെ ഇവളെന്താ ഇവിടെ? ഞങ്ങളറിയാതെ നിങ്ങൾ സമാധാന കരാറിൽ ഒപ്പുവെച്ചോ? നിങ്ങളായിരുന്നോ? കൊറേ ആയല്ലോ രണ്ടിനീ വഴിക്ക് കണ്ടിട്ട്. ഒരു ഒഴിവ് കിട്ടണ്ടേ? അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഓ, അത് ഇവളവിടെ ഒറ്റയ്ക്കായോണ്ട് ഇവിടെ നിക്കാൻ വന്നെയാ. സ്റ്റേ അവേ. ഞങ്ങളുടെ അച്ചു തറിഞ്ഞാണ്ടല്ലോ. അവളൊക്കെ അറിഞ്ഞാ? എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞിട്ടെന്താ? അവളോട് ഇല്ലല്ലോ. എവിടെ പോയി? ചെന്നൈയോ? ഒറ്റയ്ക്ക് ട്രിപ്പ് പോയല്ലേ തെണ്ടി. ട്രിപ്പൊന്നല്ല, വണ്ടി മാറി കയറി പോയതാ. സ്വന്തം വീട്ടിലേക്കുള്ള ബസ് വരെ മാറിപ്പോകുന്ന അവള് എങ്ങനെ ചെന്നൈ വരെ എത്തി? ബസ്സിനല്ല, കാറിനാ. അവക്കും വല്ല ലോട്ടറി അടിച്ചോ? എന്റെ ഏട്ടന്റെ കൂടെയാ പൊട്ടാ പോയെ. നിന്റെ ഏട്ടന്റെ കൂടെ അവളോ? അതെന്താ അങ്ങനെ ഒരു കൊളാബറേഷൻ? നിങ്ങൾ ആദ്യം അകത്ത് കയറ്. ചായയോ മിച്ചറോ എന്താന്ന് വെച്ചാ എടുത്തോ. അടിച്ചു കയറി വാ സാറാ. നീ ഒന്ന് മിണ്ടാതിരിക്കോ? എന്തോ ഒടുക്കത്തെ ചൂടായുടെ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് രാത്രി വീട്ടിലോട്ട് വരും. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണോ? നീ ഒരു തേങ്ങ ഉണ്ടാക്കണ്ട, റൂമിൽ തന്നെ ഇരുന്നാ മതി. അതെനിക്കിഷ്ടാ. അക്കയോട് നാളെ പകല് മൊത്തം വീട്ടിൽ നിൽക്കാൻ പറയണോ? അതെന്താ, സാർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ രാവിലെ പോവും. എന്നാ ഞാനും വരട്ടെ? വേണ്ട, കൊറേ അലയാനുണ്ട്, നിനക്ക് ബോറടിക്കും. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആരെങ്കിലും എന്നെ കിഡ്നാപ്പ് ചെയ്താലോ? അത്ര ഗതികെട്ട കിഡ്നാപ്പേഴ്സ് ഉണ്ടാവോ? നാളത്തെ കാര്യം നാളെ. ഇപ്പൊ പോയി രാത്രിത്തേക്ക് വല്ലതും വെച്ചുണ്ടാക്കാം. ഹലോ, ദിസ് ഈസ് റാൻ. കാലം ഒരുപാട് മാറി മിസ്റ്റർ ജതിൻ. അടുക്കള സ്ത്രീകളുടെ മാത്രമല്ല, ആണുങ്ങൾ ഫുഡ് ഉണ്ടാക്കിയെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? ഇല്ല. എന്നാ എനിക്കറിയാം, വാ. ആണോ? ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യേണ്ടിയിരുന്നു. അയ്യോ മേഡം, എവിടെയും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി. അതൊക്കെ ടാസ്ക് ആണ്, എന്നാലും ഞാൻ ശ്രമിക്കാം. വലിയ ഉപകാരം. ഈ കാറിലോട്ടൊന്ന് കേറാവോ? വൈ നോട്ട്? അവിടെയുള്ളവർ ഇതിനെ എങ്ങനെ സഹിക്കുന്നു? നിങ്ങൾ 2 കൂട്ടരും ഒരേ സമയം ഒരേ അമ്പലത്തില്. അതിലെന്തോ ഒരു... സത്യം പറയടി, ഞങ്ങൾ അറിയാതെ നീയും ഒപ്പേട്ടനും. ഒച്ചു തടഞ്ഞോണ്ടല്ലോ. പിന്നെ അമ്പലം അവളുടെ വകയാണല്ലോ. നീ അവളെ വിളിക്ക്, എന്താ അവസ്ഥ അറിയാലോ. അവളുടെ ഫോൺ ഇവിടെയാ. എന്റെ നമ്പറിൽ വിളിച്ചാൽ അവളെ കിട്ടും. നിന്റെ ഫോൺ ആയാണ്ട് അവളത് തല്ലിപ്പൊട്ടിച്ച് കാണോ? അങ്ങനൊക്കെ ചെയ്യോ? ഭീകരിയാണ് അവൾ, കൊടും ഭീകരി. അതെ, രാത്രി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഇപ്പൊ തന്നെ വിശക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സോ? നൈറ്റ് എന്താ? ചോറ് വേണോ ചപ്പാത്തി വേണോ? എന്താ ഉണ്ടാക്കാൻ എളുപ്പം വെച്ച് ഉണ്ടാക്കിക്കോ. പക്ഷെ കൂടെ കടിച്ചു പറിക്കാൻ എന്തേലും വേണം. പഞ്ഞിമിഠായി മതിയോ? വെരി ഫണി. ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഇങ്ങനത്തെ വായിൽ വെടികൊണ്ടാണോ തോന്നുമ്പോ ഇങ്ങനെ തെറിച്ചുവിടെ? അയ്യോ, കറണ്ട് പോയി. അതിനിപ്പ എന്താ? ഞാൻ ഡ്രസ് മാറാ. ജനലിന്റെ കർട്ടൻ മാറ്റ്. ജനൽ ഇവിടെ എവിടെയായിരുന്നു? എന്റെ തലയില്. നീ കറണ്ട് വന്നിട്ട് ഡ്രസ് മാറ്റിയാ മതി. ഹൈഷ്, ആ ഫോണിന്റെ ഫ്ലാഷെങ്കിലും ഓണാക്കി തരുമോ? ഏത് നേരത്താണോ? ഇതെന്ത് കുന്തത്തിനാ എയർ ഹോൾ വരെ അടച്ചു വെച്ചേക്കുന്നേ? ഒരു തരി വെട്ടല്ല. അത് AC ഉള്ളോണ്ടാ.
അതെന്താ എയർ ഹോളിൽ കൂടെ ആരെങ്കിലും AC കട്ടോട്ട് പോവോ? എക്സ്ക്യൂസ് മീ, My name is Archa. വാട്ട്? Yeah, it is truth. എന്റെ ദൈവമേ, ജാനുവിന്റെ ഫോണാണല്ലോ. ഹായ് റോഷൻ. എടാ നീ എവിടെടാ? നീ ഞങ്ങളെ കൂട്ടാണ്ട് ചെന്നൈക്ക് പോയല്ലേ? ഒരു കയ്യബദ്ധം. അത് പോട്ടെ, അവിടെ എങ്ങനെയുണ്ട്? ബോറടിയാടാ. അല്ല നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാനും സാറും ഇവിടെ നിന്റെ വീട്ടിലാ. അതെന്താ? ഞങ്ങളെ വീട്ടിലെ സസ്പെൻഷന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. പക്ഷെ ഞാൻ കൂടെ ഉണ്ടായിരുന്നെ നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നുല്ലേ? സത്യം. അല്ല നീ ഇവിടെ സേഫ് അല്ലേ? ഹാ, ഇതുവരെ സേഫ് ആണ്. പിന്നെ ഏട്ടനുണ്ടോ അവിടെ? ഇല്ല, ഹരിച്ചേച്ചി ഷോപ്പിൽ പറഞ്ഞു വിട്ട്. ഹനി ചേച്ചി മുത്താണ്. അവളവിടെ? അവളിവിടെ ഉണ്ട്. രണ്ടിന്റെ മേലൊരു കണ്ണ് വേണം. എന്തേലും ഡൗട്ട് അടിക്കാണേ എന്നോട് പറയണം. അത് ഞാൻ ഏറ്റു. ഞാൻ സാറയ്ക്ക് കൊടുക്കാം. എടി കുരിപ്പേ, ഒരാഴ്ച നിന്റെ പൊട്ടത്തരം കാരണം വേസ്റ്റ് ആയില്ലേ? ആടി, ഏത് നേരത്താണ് ഇങ്ങനത്തെ കാറിൽ കയറാൻ തോന്നിയേ? പിന്നെ അനുചേച്ചിനോട് പറയണം അവക്ക് പണി കൊടുത്തോണ്ടേയിരിക്കാൻ. അപ്പൊ അവളുടെ മനസ്സിൽ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവൾ അപ്പോട്ടനെ വേണ്ടാന്ന് പറഞ്ഞോളൂ. ശരി ശരി, ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ ബൈ. പൊട്ടത്തി. എന്തേലും പറഞ്ഞോ? ഇതില് ചാർജ് തീർന്നു. അയിന്? ഓ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. കാലടിച്ച്. അത് സാരല്ല. എനിക്ക് സാറുണ്ട്. അയ്യോ എന്റെ കാലേ. കാലം നിന്റെ കാലല്ല കാല്. ഓഹോ, നഖം പൊട്ടി. അത്രയല്ലേ ഉള്ളൂ? ചുമ്മാ ഷോ. പൊട്ടി. ആ എടാ, ഇന്നത്തെ പരിപാടി ക്യാൻസൽ ചെയ്യാം. ഒന്നുമില്ല, വേറൊരു എമർജൻസി. ആ ഓക്കെ. ഓ ഷുവർ. എന്തൊരു കളച്ചിലാ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, എനിക്ക് പേടിയാ. ബാൻഡേജ് ഉണ്ടോ? നോക്കട്ടെ. വാ, ഞാൻ ഇപ്പൊ വരാം. ഹാ റോഷ, ശ്രദ്ധിച്ചു ചെയ്യ്. നിങ്ങൾ നാളെ വരുമല്ലോ അല്ലേ? ഇതിലും ഭേദം സസ്പെൻഷന്റെ കാര്യം വീട്ടിൽ പറയുന്നതാ. എന്താ? അനുചേച്ചിയോടെ കറിക്കരിയ. നന്നായി, ഞാൻ കിച്ചുവിനെ അവിടെ നിർത്തി ചാടി. അവരെന്താ ഇവിടെ? സസ്പെൻഷന്റെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഓ, അനുചേച്ചി ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെ? എന്തിന്? അല്ല, ചോദിച്ചതാ. നിന്റെ ചുണ്ടാകെ ചുവന്നു പോയി, എന്റെ കൈയാകെ വിറച്ചു പോയി, നിന്റെ കാർക്കൂന്തലയഞ്ഞു പോയി അഴകേ. പ്രഭാകരാ, എന്താ? ദാ വരണോ? പോലെ പോയി. എടി വഞ്ചകി, പാവാ പെണ്ണ്. ഇത് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? നോക്കാൻ പറ്റിയൊരു സാധനമൊന്നുമില്ലേ? അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഇത് ഞാൻ അച്ഛനോട് പറയും. എന്നാ നീ ഒരു റൂമിൽ പോയിട്ടില്ലെന്നും നീ സാറെ ഇഷ്ടത്തിലാണെന്നും അവളുടെ പപ്പയോട് ഞാനും പറയും. അപ്പൊ ഇനി ഇത് അച്ചു അറിയാതെ നോക്കേണ്ടത് നിന്റെ മാത്രം ആവശ്യമാണ്. നീ എന്റെ കൂടെ നിക്കില്ലേ? ഞാനല്ലാതെ പിന്നെ ആര്? അതാണ്. വാ പോയി ബീൻസ് അറിയാം. അനുചേച്ചി, എനിക്കെന്തോ K-ഡ്രാമ വൈബ് പഠിക്കുന്നു. ജനനിയുടെ അപ്പൂന്റെയും കാര്യത്തിലാണോ? അല്ല, അച്ചുവിന്റെയും ജതിനേട്ടന്റെയും കാര്യത്തില്. ഹേ, ആ ഇവിടെ നിങ്ങളൊക്കെ ഉണ്ട്, അവിടെ അവരെ മാത്രമേ ഉള്ളൂ. അത് ശരിയാ, പക്ഷെ അവര് തമ്മിൽ അടിയാ. ഇങ്ങനൊരു സാഹചര്യത്തിൽ പിണക്കം മാറി ഇണക്കാവാൻ ചാൻസ് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. പ്ലേ ചെയ്. താതയൻ കാട്ടിലെ തക്കാളി കാട്ടിലെ মাটিম ডিম তারা মাঠে পারে ডিম তাদের খাড়া দুটো শিং তারা হাট্টি মাটিম ডিম হাট্টি মাটিম ডিম তারা মাঠে পারে ডিম তাদের খাড়া দুটো শিং তারা হাট্টি মাটিম ডিম. അടുത്ത ആഴ്ച പരിപാടി വരുന്നോ എന്റെ ഡാൻസ് കാണാൻ? ഈ പേക്കൂത്ത് കാണാനോ? ഹലോ, ഞങ്ങളുടെ ഒരു കലാ കുടുംബമാണ്. അയ്യോ, നിങ്ങളുടെ കലാപാരമ്പര്യം കാരണം ബോധം പോയവനാ ഞാൻ.
ഹലോ, താൻ വലിയ പാട്ടുകാരനാണെന്നാണോ തന്റെ വിചാരം? ഏയ് നമ്മള് പാവം. നിന്റെ ഏട്ടന്റെ അത്രയും ഞാൻ വരുമോ? അവൻ വള്ളത്തോളിന്റെ തോളോട് തോള് ചേർന്ന് നിൽക്കുവല്ലേ. എന്റെ അപ്പേട്ടൻ നന്നായിട്ട് പാടും. ഇതൊക്കെ ജസ്റ്റ് ഫോർ എ രസം. ആർക്ക് രസം? ആർക്ക് രസം? இன்னைக்கு ரசமா ஸ்பெஷல். ஏன்னா இப்படி பாக்குற? நீ எந்த இவட இல்ல மச்சா, அப்ப சொல்ல முடியல, அதான் நேர்ல வந்து சொல்லான்னு. எந்த மச்சா, இன்னைக்கு நீ கம்போஸ் பண்ண சாங் வேற லெவல். தேங்க்ஸ். இனி பக்கம் என்ன மச்சா, நான் ரொம்ப நாள் கழிச்சுதான் இங்க வந்தேன். அதானே എനിക്ക് ചോദിക്കാനുള്ളത്. എന്നാ വേണോ? ടീ പോതും. ഹായ് ആർച്ച. ഹായ്. അയ്യോ, അടിപൊട്ടിച്ചാ? അടിച്ചതല്ല, ഇടിച്ചതാ. അയ്യോ, രക്തോ? കണ്ണാ, രക്തണ്ടാ? ഇന്നിവിടെ രക്തം വീഴും. വാടാ, കാറിട്, ഹോസ്പിറ്റലിൽ പോലാ. അയ്യോ, അതൊന്നും വേണ്ട. ഫ്രിഡ്ജിൽ ഐസ് ഇരുപ്പാറ്. ഇല്ല വേണം, നാളെ കൊണ്ടുവരേ. നല്ല ഏട്ടൻ. കണ്ട പടി. ഇന്താ വെച്ചുക്കോ. ചാത്തുമ്പി ചാത്തുമ്പി ചാച്ചാ. സോങ്ങില്ലേ ഐസ് വെച്ചുക്കോ. ഓ സോറി, ഞാൻ വിചാരിച്ചു അന്താക്ഷരിയാണെന്ന്. പാവം, ரொம்ப വലിയ എടുത്തിരുപ്പാറ്. അത് ഞാൻ നോക്കിക്കോളാം. നീ എന്നാ പോവല്ലേ? ഇപ്പവേയാ? ഡിന്നർ പൊടിച്ചதுக்கு அப்புறம் போலாம். டின்னரா? ആ, ഡിന്നർ കഴിഞ്ഞ് പോയാ മതി. பாத்தியா, அந்த பொண்ணுக்கு இருக்கிற மரியாதை கூட உனக்கு இல்ல. ആർച്ച പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ വിളിക്കാം. ഏട്ടൻ ഇപ്പൊ പോവില്ലല്ലോ? சொன்னாலும் போக மாட்டேன். ഓക്കെ. பாவம். ஏன் தங்கச்சினா உன் தங்கச்சின்னு சொன்ன? ஆமாடா, அதுதான் இப்போ சொல்றேன். உன் தங்கச்சிய நீ இவ்வளவு பாசமா கேர் பண்றது நான் பார்க்கவே இல்ல. அவ எல்லாம் ஒரு பொண்ணா? பசங்களுக்கு வந்து அவரவரோட தங்கச்சியை விட அடுத்தவன் தங்கச்சியை தான் கியூட்டா தோடுவாரு. ஓ, உனக்கு ஒரு தங்கச்சி இருக்காருல்ல, ஜானு. அவகிட்ட நீ போன்ல கத்துறத விட, ஜானு நீ என்ன பண்ற, ஏதாவது சாப்பிட்டியா என்ற அன்பா கேக்குறது நானும் கண்டுக்கவே இல்லடா. ஆனா உன் கசின் சிஸ்டர் கிட்ட அவ்வளோ மரியாதையா பேசுற? லூசே, ஜானு ஏன் தங்கச்சி, அவகிட்ட நான் என்ன வேணாலும் பேசலாம், ஏன்னா அவ ஏன் தங்கச்சி. பட் ஆர்ச்சா இன்னொருத்தன் தங்கச்சி, அவகிட்ட என்ன வேணா பேசுறதுக்கும் எனக்கு ரைட்டு கிடையாது. அது ரைட்டு தான். அதே மாதிரி ஆர்ச்சா ஏன் தங்கச்சி கிடையாது. அதனால தைரியம் இருந்தா பேசி முடிக்கிறான். வேணா, நான் சொல்ல வரல. மூடிட்டு இருந்துக்கோ. உன் தங்கச்சி மேல கூட உனக்கு இவ்வளவு அக்கறை இருந்து பாக்கல? நிஜமா அவ உன் கசின் சிஸ்டரா? இல்ல. அப்ப ആർച്ചാ, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ? നാളെ വരില്ലേ? അത് പിന്നെ പേടിക്കണ്ട, നാളെ പണിയൊന്നുമില്ല. എന്നാ നാളെ കാണാം. ജാനു ബൈ. ബൈ. ഓക്കെ എന്നാ പോവാ. നല്ല പിള്ളേരാ. ഒന്നിനും ബുദ്ധിയില്ല. ഓ, அப்படியா கதை போகுது? அப்ப நீ ஆர்ச்சியும் எந்த ரிலேஷனும் கிடையாது? மச்சி, இவ்வளவு நேரம் உங்ககிட்ட எப்படி சொல்லணும் தயங்கிட்டேன். ஆனா இப்ப சொல்றேன், ஐ லவ் ஹர். அந்த பண்ணு மாதிரி 2 கண்ணு உள்ளே வச்சுக்கோ. டா வேணா, எனக்கு வேணும். ஹர்ச்சா, എന്റെ സ്റ്റേറ്റ് കേരളമാണോ, എന്റെ CM വിജയനാണോ, എനക്ക് നീ വേണു അടിയേ. എടാ, ഒരു സുഖല്ലടാ. എന്താടാ, തൂറ്റലാണോ? ഐഷ്. ഓ, ഡു യു ഹാവ് എ ലൂസ് മോഷൻ? അതൊന്നും അല്ല, ജാനുവിനെ മര്യാദയ്ക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്ക് അനുചേച്ചി ചാടി വീഴും. ഇതിലും ഭേദം അവള് ചെന്നൈക്ക് പോകുന്നതായിരുന്നു. ഓ, അപ്പൊ അനുചേച്ചിയാണ് നിന്റെ പ്രശ്നം. തട്ടിയാലോ? ഡാ, അനുചേച്ചിയുടെ വീട്ടിലേക്ക് തട്ടിയാലോന്ന്. അനുചേച്ചി ഒന്ന് പോയി വന്നേ ഉള്ളൂ. പോരാത്തേന് ഈ അവസ്ഥയിൽ പോണ പോക്കില് ജാനുവിനെയും കൊണ്ടുപോകും. അത് ശരിയാ. അനുചേച്ചിയുടെ ശ്രദ്ധ കുറച്ചു നേരത്തേക്ക് തിരിക്കാൻ പറ്റിയ ഒരു ഐഡിയ പറയടാ. പറഞ്ഞല്ല, ചെയ്ത എനിക്ക് ശീലം. നീ വീട്ടിലേക്ക് വിട്ടോ. നീ അവിടെ ചെല്ലുമ്പോ അനുചേച്ചി അവിടെ ഉണ്ടാവില്ല. എന്താടാ പ്ലാൻ? മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. നീ പോ മോനെ ദിനേശ. പോയി നിന്റെ കാമുകിക്ക് 1 or 2 കൂറ പാട്ടുകൾ പാടിക്കൊടുക്കും. പോക്കോ. ധൈര്യമായിട്ട് പോകാലോ അല്ലേ? 10 on 10. പോക്കോ. ഓക്കെ.
ഇനിയാണ് എന്റെ കളി. ഒരു സവാള കിരികിരി കളി. ചേട്ടാ സവാള എവിടെയാ? സവാള നിന്റെ ചോക്ലേറ്റിന്റെ റാക്കിന്റെ ഇടയിലാണോടാ സവാള ഇരിക്കുന്നേ? പോയി തപ്പി പിടിക്കടാ. സോറി സ്റ്റാഫ് അല്ലല്ലേ. എന്റെ ഒരു സവാള. ഇനിയാണ് എന്റെ ബുദ്ധി. ഹലോ ചേച്ചി. എന്താടാ? മനുവേട്ടൻ ഇവിടെ ഒരു കസ്റ്റമർ ചേച്ചിയുടെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നു. എനിക്കറിയായിരുന്നു. ഒരു ലീവ് പോലും എടുക്കാൻ ഷോപ്പിൽ പോണ ശുഷ്കാന്തി കണ്ടപ്പോഴേ തോന്നി. ചേച്ചി വേഗം വാ. എന്തിന്? അങ്ങനെ ഹാപ്പി ആയിരിക്കട്ടെ. എന്നോടിപ്പോ പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. അയ്യോ ദാണ്ടെ ആ പെണ്ണുങ്ങൾക്ക് വളയിട്ട് കൊടുക്കുന്നു. അയ്യോ, ഞാൻ നാളെ വള ടൈറ്റ് ആയിട്ട് ഇടാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചപ്പോ സോപ്പ് ഇട്ടിടാൻ പറഞ്ഞവരാ. ഇന്ന് അങ്ങനെ ഞാൻ കൊല്ലും. ആ വാ വാ വാ, അടിച്ചു കയറി വാ. ഈശ്വര, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണേ. അപ്പടാ അനുചേച്ചി എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞിറങ്ങി ഓടി. അപ്പൊ കിച്ചു? എന്താ? ഒന്നുമില്ല, വാ. എങ്ങോട്ട്? വാ സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? എന്തേലും സമയണ്ടല്ലോ. അനുചേച്ചിനെ എന്ത് വിദ്യ പ്രയോഗിച്ചാ ഓടിച്ചേ? അത് കിച്ചുവിനെ അറിയൂ. ബെസ്റ്റ്. അപ്പൊ എന്തേലും തല്ലുകൊളിത്തരായിരിക്കും. എന്തായാലും ഇപ്പൊ എന്താ? അയ്യോ നീ ഇങ്ങനെ നോക്കല്ലേ. ഇന്നലെ ഉറങ്ങിയ പാടെ എനിക്കറിയൂ. അതെന്തേ? ഇത്ര തൊട്ടടുത്ത് നീ ഉണ്ടായിട്ട് എങ്ങനെയാടേ മനസ്സമാധാനത്തോടെ ഉറങ്ങുക? ആ സാറ അനുചേച്ചിനോട് പറയാ ഏട്ടനും ആർച്ച അവിടെ ഒറ്റയ്ക്കല്ലേ, അവര് തമ്മിൽ റിലേഷനിലായാലോന്ന്. അവര് തമ്മില് അച്ഛനും നിന്റെ ഏട്ടനും? അയ്യോ, ഇവിടെ ആരല്ലേ ഇത് മറക്കുന്നു ചിരിക്കാൻ? ഒന്ന് നിർത്തോ, എനിക്ക് പേടിയാവുന്നു. ഇതിനാണോ ഇപ്പൊ വന്നേ? അല്ല, വാ പറയട്ടെ. പറ. അവരിനി 3 ദിവസം കഴിഞ്ഞാ വരും. വേഗം വന്നാ മതിയായിരുന്നു, എനിക്കിവിടെ ബോറടിക്കുന്നു. സത്യം, നീ നിന്റെ വീട്ടിലായിരുന്നപ്പോ ഇതിലും എളുപ്പമായിരുന്നു. സത്യം. അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഞാൻ നിന്റെ റൂമിൽ വരാം. അയ്യോ അതൊന്നും വേണ്ടട്ടോ. അയ്യോ അതിനൊന്നും അല്ല, എനിക്ക് പെങ്ങന്മാരുള്ളതാ. ചുമ്മാ ആരും കാണാതെ ഒരുമിച്ചിരിക്കാലോ. അനുചേച്ചി പൊക്കിയാലോ? മോശല്ലേ? അനുചേച്ചി ഉറങ്ങിയ പിന്നെ ഒന്നും അറിയില്ല. ഞാൻ എന്നാൽ അവരുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. സാറ പറഞ്ഞ പോലെ വല്ല ടെസ്റ്റ് സംഭവിക്കോ? ഒന്ന് പോടി. നിന്റെ ഏട്ടൻ അവളെ കാണുന്നത് തന്നെ ഇഷ്ടല്ല. അപ്പൊ അവക്കോ? അവക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ഇത് ഇപ്പടിതാ കട്ട് പണ്ണണോ? പണിക്കോ രണ്ടൊന്ന് ഇറങ്ങി പോവോ? എന്റെ കോൺസെൻട്രേഷൻ പോണു. ശരി വാ, അവ പോലാ. ഓക്കെ. പോണ്ട, ഇവിടെ നിന്നു. അപ്പൊ ഞാൻ ഹെൽപ്പ് പண்றே. ഇല്ല ആർച്ചക്കുട്ടി. അതെ, നീ പോയി റെസ്റ്റ് എടുത്തോ. എന്നെ ആർച്ച ഹെൽപ്പ് ചെയ്തോളൂ. ഞാനാ? ജാനു നന്നായി കുക്ക് ചെയ്യും. നിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയം കൊണ്ട് അവള് അപ്പുനെ കുക്ക് ചെയ്ത് ഇംപ്രസ് ചെയ്താല്? അതുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോ നീ അപ്പുനെ കുക്ക് ചെയ്ത് ഇംപ്രസ് ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് നോക്കി പഠിച്ചോ. ഞാനും എപ്പാവ് ഇംപ്രസ് പണ ഇങ്ങേ നിன்று കത്തിക്കറ. നിന്റെ അപ്പന്റെ കിണ്ടി ക്യാരറ്റിന് അറിഞ്ഞ് ഞാൻ കൊല്ലുമ്പോ നീ പൊക്കോ. പൈത്തമാടാ നീ. ഇവിടെ ഞാൻ ഇന്ന് വേടാ. എന്നാ പോയി ടി വി പാത്രേ. ബെസ്റ്റ് ഡിസിഷൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനോട് വലിയ സംസാരം ഒന്നും വേണ്ടെന്ന്? പാവാ തോന്നുന്നു. ഓ, നിങ്ങൾ അങ്കവാടിയിൽ ഒന്നിച്ചാണോ പഠിച്ചേ? ഹെൽപ്പ് ചെയ്. എനിക്കറിയൂല. നീ അവന്റെ അടുത്ത് പോവാതെ ഇവിടെ നിന്നാ തന്നെ എനിക്ക് ഹെൽപ്പ് ആവും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്. ഓക്കെ. மச்சா, ஆர்ச்சா விஷயத்துல நான் உன் எதிரிடா. நாளை காலையில நான் என்ன பண்ண போறேன்னு பாரு. ആംബുലൻസോ? കിച്ചു ഊബറിന് വരുന്നാണല്ലോ പറഞ്ഞേ. ഊബറിൽ ആംബുലൻസ് പെടുവോ? അതിങ്ങോട്ടാ വരുന്നേ? പുതിയ അപ്ഡേറ്റ് ആയിരിക്കും. ഹാ അളിയാ, ഒരു പാർസൽ ഉണ്ട്. പാർസലാ? ആംബുലൻസിലോ? ഇതെന്താ മമ്മിയോ? ഷോപ്പിന്റെ ഫ്രണ്ടിൽ വെക്കാനാ? മമ്മിയല്ല, ഡാഡി. ഷോപ്പിന്റെ ഫ്രണ്ടില് കാഷ്യറിൽ ഇരുന്നതാ മനുവേട്ടൻ. ഇനി 2 ദിവസം ഇവിടെ ഇരിക്കട്ടെ. അപ്പോ എന്തു പറ്റി മനുവേട്ടാ? വല്ല ടാങ്കർ ലോറിയും മറിഞ്ഞോ? അല്ല, നിന്റെ പെങ്ങള് കൈയച്ചതാ. എന്തുവാ ചേച്ചി ഇത്? ആ, ദാമ്പത്യത്തിൽ ഇതൊക്കെ പതിവാ. കിച്ചു, ഇതിനെ കൊണ്ടുപോയ കട്ടിലിൽ ചാരി വെക്ക്. പിടിക്കടാ. ആ, നടന്നോ? വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലുണ്ട്. അതെ, നമ്മുടെ കല്യാണക്കാര്യം ഞാൻ ആലോചിച്ചിട്ട് പറയാട്ടോ. മുടിഞ്ഞ വെയിറ്റ്,
എന്റെ അല്ലടാ, പഞ്ഞിയുടെയാ. മനുവേട്ടൻ എന്താ ചെയ്തേ? ഞാൻ റെഡ് ബുള്ള് കുടിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു അജ്ഞാത ശക്തി. പിന്നെയാ അതാ ഭദ്രകാളിയാണെന്ന് മനസ്സിലായേ. നീങ്ങ് വന്നേ, എന്നാ ഉറങ്ങിക്കോ. ഇതായോണ്ട് പുതപ്പും വേണ്ട, കൊതുകുവലയും വേണ്ട. പോടാ ഫട്ടി. ഒന്നിങ്ങ് വന്നേ നീ. എങ്ങനുണ്ട് എന്റെ ഫുഡേ? ഞാൻ പുകഴ്ത്തുവാണെന്ന് കരുതരുത്. നവർ, നീ എന്റെ കാലനാണ്. കുറച്ചു നേരത്തേക്ക് അനുചേച്ചീനെ ഒന്ന് മാറ്റി തരാൻ പറഞ്ഞപ്പോ 2 ദിവസത്തേക്ക് രണ്ടിനെയും ഫുൾ ടൈം വീട്ടിലിരുത്തിയല്ലോടാ. ഇനി ഞാൻ അവളെ എങ്ങനെ കാണും? ഞാൻ ഒരു ബുദ്ധി കൂടെ ഉപയോഗിച്ചാലോ? ദൈവത്തെ ഓർത്ത് അരുത്. ഫുഡ് റെഡി പോന്നോ? ரொம்ப പസി. കുറവാ. സ്പൈസി അല്ല, പസി, വിശപ്പ്. ഓ, നല്ലോണം സാപ്പിട്ടോ. ആദ്യം സാപ്പിടില്ലയാ? ഞാനിരിക്ക. അച്ഛാ കുക്കറ് സെമ്മയാ ഇருக்கு. എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കിയേ. ഏട്ടാ സുഖാണോ ഏട്ടാ? നീ ഇല്ലാത്തോണ്ട് നല്ല സുഖമായിരിക്കും. ഫുഡ് കഴിച്ചോ? അയ്യോ, മനോട്ടിനെന്ത് പറ്റി? നിന്റെ ചേച്ചി തല്ലിക്കാണും. എങ്ങനെ മനസ്സിലായി? ഹാടാ, അതങ്ങനെ വരൂ. അമ്മാതിരി കുടുംബ മഹിമയുള്ള ഫാമിലി ആണല്ലോ. ആഹാ, കളിച്ച് അവൻ നെഞ്ചത്ത് കയറി കളിക്കുന്നോ? ഫോൺ സ്പീക്കറിലിട്. എന്റെ ഏട്ടൻ പണി തുടങ്ങി മക്കളെ. നീങ്ക என்ன சொல்ற? വെയിറ്റ് ആൻഡ് സീ. ഹലോ മിസ്റ്റർ ജെ.കെ., എന്താടാ പാരഡി മോനെ? നീ എന്റെ കലയെ അപമാനിച്ചു, അത് ഞാൻ സഹിച്ചു. പക്ഷെ ഫാമിലി അത് ഞാൻ സഹിക്കില്ലടാ. നീ എന്നെ എന്ത് ചെയ്യോടാ? ഞാനൊന്ന് തല കുടിച്ചു തന്നപ്പോ നീ ഞാനൊരു മണവളാഞ്ചനാണെന്ന് വിചാരിച്ചോ? നീ ആരാന്നാടാ നിന്റെ വിചാരം? നിന്റെ മസിലി കണ്ടാ ഞാൻ പേടിക്കും കരുതിയോ? പിന്നല്ല. എനിക്ക് നിന്റെ പാട്ട് പാടാൻ ഇനി മനസ്സിലടാ. ഓ മൈ ഗോഡ്, ഇസ് ഇറ്റ് ട്രൂത്ത്? ആളെ ഫേമസ് അല്ലാത്ത സെലിബ്രിറ്റി തെണ്ടി. ആഹാ, നീ പോണ തെണ്ടി. നീ പോണ എന്റെ പെങ്ങളെ കട്ടോണ്ട് പോയ രാവണ. നീ പോണ എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോവാൻ നോക്കുന്ന കശ്മല. ആർക്ക് വേണോ മാങ്ങാണ്ടി മോളെ? ഓ, നീ വലിയ മൊണാലിസ. എന്നടാ ഇങ്ങ നടക്കുന്നത്? ഒന്നിറങ്ങി പോണ തമിഴ. ഇത് ഞങ്ങൾ ഇന്ത്യക്കാർ തമ്മിലുള്ള പ്രശ്നം. എന്ന ലോജിക്ക് മിസ്സാകത്. നിന്റെ പെങ്ങളെ ആർക്ക് വേണോടാ? അവളാര് ഐശ്വര്യ റായോ? മൊയലും പല്ല് പോലെ ഫ്രണ്ടില് 2 വൈറ്റ് ബോർഡും, പൊട്ടത്തേങ്ങ പോലെ ഒരു തലേ, 2 ഉണ്ട കണ്ണും, പിന്നെ അണ്ണാൻ ചപ്പിയ കശുവണ്ടി പോലെ ഒരു മൂക്കും. ആർക്ക് വേണോ അതിനെ? അങ്ങനെ സത്യം പറ. എടാ, എന്റെ അനിയത്തി ദേവതയാണോ ദേവത? നിന്റെ അനിയത്തിയോ പൂതന, വെറും പൂതന. പൂതന നിന്റെ മറ്റവളാടാ, ബ്ലഡി ഫുൾ. ഏയ് ഇറങ്ങി പോടാ. ഏട്ടൻ വെച്ചിട്ട് പോക്കോ, ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ, യു ക്യാരി ഓൺ. അവക്ക് സന്തോഷായി. ആക്ച്വലി ഞാൻ നിന്റെ ഏട്ടനെയാ പറഞ്ഞേ. 2 പേർക്കും ഒരേ ചായയാണല്ലോ. പോയി. നിന്റെ പാട്ടൊന്നും കൊള്ളില്ലടാ മസില. നിന്റെ ഏട്ടൻ പിന്നെ യേശുദാസ് ആണല്ലോ. അതെ, ഞങ്ങൾക്ക് അങ്ങനെ ജാതി മതമൊന്നുമില്ല. ഓ, പെങ്കൊച്ചായി പോയി. അല്ലായിരുന്നു നീ എന്നെ മൂക്കിൽ വലിച്ച് കയറ്റുമായിരുന്നോടാ, വയറ്റില് പസിലുണ്ടാക്കി വെച്ചവനെ. അതിന് നീ എന്റെ വയറ് കണ്ടിട്ടുണ്ടോടി? വയറ് കാണാൻ താഴെ 7 മാസം പറയാൻ നിൽക്കുവാണോ? ആഹാ, യു മഞ്ഞത്തവളെ. മഞ്ഞത്തവള നിന്റെ കെട്ടിയോളാ പട്ടി. നിന്റെ ഞാൻ ഒന്ന് കൊല്ലൂടി കുട്ടിപ്പിശാശേ. അമ്മേ, ഇത് തീർന്നിട്ടില്ല. നാളെ. അയ്യോ വേണ്ട. അപ്പനെ പേടിയുണ്ടല്ലേ? തെറ്റ്. പറ, മാപ്പ് പറ. നിന്റെ അച്ഛന്റെ ഭാഗത്താ. പിണക്കം കാരണം ഡോർ ലോക്ക് ചെയ്ത് കാണോ? കൊച്ചു കള്ളി ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണോ? കാട്ടുചെമ്പകം പൂത്തോട്ടെ, നാട്ടു തത്തമ്മ കേട്ടോട്ടെ, നീ എനിക്കുള്ള കഞ്ഞി പെണ്ണാണേ. വാ 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 ജാനു. സോറി, റോങ് നമ്പർ. എടാ പൊട്ടാ, നീ എന്താ ഇവിടെ? ജാനു നിന്നോട് പിണങ്ങിയല്ലേ? അവൾ എന്നെ ഇവിടെയാക്കി അപ്പുറത്ത് കയറി കുറ്റിയിട്ടു. അയ്യോ, എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, വാ, സമയം കളയണ്ട. എന്തിന്? ഒന്നും അറിഞ്ഞൂടാ.
ഇങ്ങോട്ട് വാ കുമാരേട്ടാ. These are my private parts, private parts, private parts. These are my private parts. Nobody should see them. Nobody should touch them. പോടാ കാമപ്രാന്ത. ദൈവമേ, എത്രയും പെട്ടെന്ന് ഇവരൊരു പെണ്ണ് സെറ്റാക്കി കൊടുക്കണേ. குட் மார்னிங். என்னாச்சு மச்சா? உள்ள இருக்கிறது വെറും ആർച്ച ഇല്ലടാ, ഉണ്ണി ആർച്ച. ഇന്നലെ വാൾപ്പയറ്റും കളറിയും ഒക്കെ ഉണ്ടായിരുന്നു. പുരിയല്ലേ? ആ 3 ദിവസം കൂടെ ഇവിടെ ഉണ്ടല്ലോ, പുരിഞ്ചോളും. ഞാൻ ഒന്ന് മുള്ളിയിട്ട് വരാം. ഓ, ആർച്ചയും മുള്ളുറാറോ? ഡേ ഒന്നുക്ക് പോരെ. ஐயோ சாரி மச்சா, நீ போய் தாராளமா வா, மூடி இங்க வெயிட் பண்ணு. அவ டோர் பக்கம் கூட போவாது. മാട്ടേൻ. കാണാൻ അമ്പി പോലാണേലും നമ്പാൻ പാടാ. ഡേ മച്ചാ, ഈസ് എവരിത്തിങ് ഓക്കെ? ഓക്കെ മച്ചാ, ഇനിമേ ആർച്ച അവൻ കണ്ണത്തിലേ മുഴിക്ക മാട്ടാ. ഓക്കെ, താങ്ക്സ് മച്ചാ. യെസ്. യാർഡാ തെരിയാത്, നീയേ പോയി പാറ്. നിന്നെ കൊണ്ട് എനിക്ക് എന്തേലും ഗുണുണ്ടാവോ? ആരാ? கைரேகை பார்த்து சொல்ல வந்தேன் சார். അത് പാക്കാമലേ ഞാൻ சொல்றேன். കഷ്ടകാലം. ശനി അകത്തിരിപ്പുണ്ടേ. ஆறாது ഹാ വരുന്നുണ്ട്. மேடம் தானே? போ போ. டா அப்படி சொல்லாதே, இதுலெல்லாம் சம்பவம் இருக்கு. அப்படின்னா உங்க கைய கொடு. இந்த சாரோட கை தான் பார்க்கணும். பாருடா. என்ன നോക്കട്ടെ? ഹാ അതാ இருந்தாலும் பரவாயில்ல. അതെന്താ? അർച്ച ഉൻ കയ്യ കാമി. എന്റെ പൈസ ഒന്നുമില്ല. കാശ് ഞാൻ കൊടുക്കറേ. ഓക്കെ, നോക്കിക്കോ. ഇതിലാ യാര്? എന്താ അക്ക? கைரேகை பார்க்கட்டும். அம்மா, நீ ரொம்ப நல்ல பொண்ணு. ഓ പിന്നെ உனக்கு ஒரு மகா பாக்கியம் கிடைக்க போறேன். ஆனோ? ஆமா, உனக்கு ஒரு பிரதர் இருக்கார்ல? அப்போட்டன் அவங்களுக்கும் நல்லது வராரு. ஆனோ? எப்போ? உன் கல்யாணத்துக்கு அப்புறம். கல்யாணம்? ഞാൻ പഠിക്കുക. அது பரவாயில்ல, எல்லாத்துக்கும் ஒரு டைம் இருக்கு. அதெல்லாம் முன்னாடியே எழுதப்பட்டிருக்காரு. என்ன கல்யாணம் കഴിഞ്ഞ எங்கிட்ட பாக்கியம் இருந்தே? அவங்க ஜாதகവും உங்க ஜாதகവും உஷாரா ஒர்க் பண்ணும். எவங்க? இவங்க. അവല്ലടി இதெல்லாம் கண்ணு மூடி நம்ப முடியாது. நீ இது அல்லല്ലോ നേരത്തെ പറഞ്ഞേ. அதே மாதிரி இந்த பையன் உனக்கு ஆபத்து. നാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഡി ലൂസ് അറിവാ തെളിവാ சொல்லு. நானா பிரச்சனைக்காரன்? டியா, உன் அம்மாவுக்கு போய் கூப்பிடுறா முண்டோ. இவன் உனக்கு ஆபத்து. இவன் சரியில்லை. இவன் உன் கூட இருந்தா நீ நாசமா போயிடும். அதனால இந்த பையனை கல்யாணம் பண்ணி நல்லா வாழ்ந்துக்கோ. ஏய் என்னடா? என் காசு கொடு. ஏட்டம் தரும். எனக்கு கெட்ட நேரம் நினைக்கிறேன். இந்த போ, உன்னை நான் அப்புறம் பாத்துக்கிறேன். போடா வெள்ள பண்ணி. அம்மா, இவனை சீக்கிரம் அனுப்பி விடு. അയ്യോ ഇതെല്ലാം നമ്പാതെ, ഫ്രോഡ്. എനിക്കറിയാം, എനിക്കിതിൽ വിശ്വാസമൊന്നുമില്ല. ഉള്ള ഇത്തിരി വിശ്വാസം ഇങ്ങനെ കിട്ടിയാ ഞാൻ രക്ഷപ്പെടുന്നു പറഞ്ഞപ്പോ പോയി. അയ്യ, അല്ലെങ്കിൽ കെട്ടാനിരിക്കുന്നു. കണ്ടാലും മതി. കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിന്നെ കിട്ടുന്നതിലും ഭേദം വല്ല ട്രെയിനിന് തലവെക്കണ്ട. ഒരു ഗാനഗന്ധർവൻ. നിന്നെ കിട്ടിയ നല്ല കാലം വരും പറഞ്ഞ ഒക്കെ ഞാൻ നീ കാണട്ടെ. നോണച്ചി, നിന്നെ കെട്ടാൻ തന്നെ എനിക്ക് കഷ്ടകാലം. അയ്യോ ഡേ, அந்த அக்கா மாத்தி சொன்னடா. பிளான் ஃப்ளோப். வேணாம், எனக்கு நீ அவன் மூஞ்சியே பார்க்க வேணாம். നിന്നെ ഞാൻ കൊല്ലിയോടി കുട്ടിപ്പിശാശേ. കൊല്ലാൻ ഞാൻ നിന്ന് തരുമല്ലേ? ഡേ, പക്കത്ത് വീട്ടുകാരന്റെ എല്ലാം പാക്കരുതടാ, പ്രശ്നയായിടും. നീ പോടി വെള്ളിയെ. നീ പോടാ കരിയിലെ. യു ബ്ലഡി റേസിസ്റ്റ്. അയ്യോ, അടിപൊളി. நீங்க என்ன ரிலேஷன்? കസിൻ. உண்மையா நீங்க கசின்ஸா? கசின்ஸ். ஆனா எனக்கு நம்புற மாதிரியே இல்லே. நிஜம் சார். சொல்லுடா. ஆமா சார், இவங்க கசின்ஸ். நீங்க கேரளா தானே? இங்க என்ன பண்ற? வேலை சம்பந்தமா. என்ன வேலை?
டேய் உன் பெரிய பிளான் மாத்திடு, உண்மையை சொல்லிடு. பிளானா? ஏமாத்த பாக்குறியா? அப்படி இல்ல சார், நான் ஒரு ஹிடன் மியூசிஷியன், இன்னும் ரிவீல் பண்ணல. எந்த பாட்டோட? சார் லேட்டஸ்டா பவழமல்லி சார், பெரிய ஹிட். அது நீயா பண்ண? ஆமா சார். ஐயோ, நாம ஒரு செல்ஃபி எடுக்கலாமா? ஷூர் சார். நல்ல வேலை தப்பிச்சிட்டேன். அந்த ரெசிடென்சி மெம்பர்ஸ் உங்களுக்கு எதிராக கம்ப்ளைண்ட் கொடுத்திருக்கா. நீங்க ஃபர்ஸ்ட் ரிலேஷன் கசின்ஸா? இல்ல, கொஞ்சம் டிஸ்டன்ட். அதுதான் பிரச்சனை. அதனால இந்த பொண்ணு உங்க மனைவின்னு சொல்லிடுங்க. மனைவியா? இல்லனா கேஸ் வேற போராதுன்னு லோக்கல் மீடியா பெரிய தலைவேதனை ஆயிடும். சார் நான் இவளை இப்படி வீட்டுக்கு தெரிஞ்ச கொண்டுடும். போய் சொன்னா போதும். அது போதும். டா கண்ணா, வெளியில நியூஸ் ஆயிட்டா நீ பிளான் பண்ற பிக் ரிவீல் ஃபினிஷ். ஏய் குமுதோ. எஸ் சார். ஒரு மஞ்சள் சரடு, சந்தனம், குங்குமம் ரெடி பண்ணு. எதுக்கு சார்? எதை பண்ணாலும் பிளான் பண்ணி பண்ணணும். ரெசிடென்ஸ் ஆளுங்களுக்கு டவுட் ஆயிடுச்சுன்னா? டே முருகேசா, இனிமே ஆர்ச்சாவை கண்ணத்திலே முடிக்க மாட்டேன்னு சொன்ன பெரிய ஐடியா சொன்ன. ஆர்ச்சாவை அவனுக்கே கல்யாணம் பண்ணி கொடுத்துட்டானே எரும மாட. ஹாப்பி மேரிட் லைஃப். ഇന്ന് മനേട്ടനോ അയ്യാത്തോണ്ട് ഒരു സുഖല്ലേ? എന്നാലും എങ്ങനെ നടന്ന മനുഷ്യനാ ഇപ്പൊ നീലാംസ്ട്രോങ് പോലായി. ചെല്ല് ചെല്ല്, രണ്ടും വീട്ടിൽ പോ. ശരിയാ, ബസ്സിന് ടൈമായി. ജാനു ബൈ. അതാരാ? ഏട്ടന്റെ കാറ്. അയ്യോ, അവർ ഇത്ര വേഗം തിരിച്ചു വന്നോ? ഹാവു, എനിക്കിനി വീട്ടിൽ കിടന്നുറങ്ങാം. ഇവരെന്താ ചന്ദ്രത്തട്ടില് തലയും കുത്തി വീണോ? നീ ചെന്നൈക്കാന്ന് പറഞ്ഞ പഴനിക്കാണോ പോയെ? നിനക്കെന്താ ഞങ്ങളെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്തെ? നിങ്ങളെന്താ നേരത്തെ വന്നേ? ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്ത് ഫംഗ്ഷൻ? അനുചേച്ചി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു.